ഹായ്, മാത്സ് ആണല്ലോ നമ്മളെല്ലാവരുടെയും വില്ലൻ. അപ്പോൾ നമ്മൾ പല ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ സൈലത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഇപ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളത് മാത്തമാറ്റിക്സ് ആണ്. കഴിഞ്ഞ കൊല്ലം പല കുട്ടികളും ചെയ്തൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ജനുവരി എക്സാമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ ആ എക്സാം പേപ്പറൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ റിസൾട്ടൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് മാത്തമാറ്റിക്സിൽ വിചാരിച്ച പോലെ ഒന്നല്ല, ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് ഓൾറെഡി ടഫാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യും, ചെയ്യാതെ വിടും. ഇതിലെ കണക്ക് വളരെ രസകരമാണ്. മാത്തമാറ്റിക്സിൽ ടിപ്പിക്കലി അറൗണ്ട് ഒരു 25 മാർക്കൊക്കെ 100 കിട്ടിക്കഴിഞ്ഞാൽ 90% കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനുള്ള ആളുകൾക്കും, ഇന്ത്യ മുഴുവനും 90%-ലധികം ആളുകൾക്കും 25 താഴെയോ ആണ് എന്ത് മാർക്ക് കിട്ടുന്നത് മാത്തമാറ്റിക്സിൽ. പക്ഷേ പല ആളുകളും എന്താണെന്ന് വെച്ചാൽ അതിൽ താഴെ തീരെ അറ്റംപ്റ്റ് ചെയ്യാതൊക്കെയാണ് ഇരിക്കുന്നുണ്ടാവുക. മാത്സിൽ ചെറിയൊരു സ്കോറിൽ എത്തിയാൽ പോലും തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഹൈ പെർസെൻറ്റേജിലേക്ക് എത്താൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ടോപ്പ് റാങ്കുകൾ ഡിസൈഡ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും എന്തുണ്ടാവും, നമുക്ക് എളുപ്പത്തിൽ സ്പോട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി മാത്തമാറ്റിക്സ് പേപ്പറിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. 10 മാത്രം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ വളരെ എളുപ്പത്തിൽ നമ്മൾ മുൻ വർഷത്തെ പാറ്റേൺസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യനുകൾ എന്തെന്ത് ഉറപ്പായിട്ടും മാത്തമാറ്റിക്സിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിലെ റിയാലിറ്റി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിന് എന്തായാലും ഒരു സമയം നമ്മൾ കണ്ടുപിടിക്കണം. അത് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യരുത്. ടോപ്പ് റാങ്കുകൾ ഡിസൈഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ സ്കോർ ഉയർത്താൻ സഹായിക്കുന്നത് എന്താണ്, മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സ് ഭയങ്കര ടഫായിരിക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്രം എളുപ്പമായിരിക്കും എന്നുള്ളൊരു മുൻധാരണ വെച്ച് നമ്മൾ പരീക്ഷനെ അപ്രോച്ച് ചെയ്യരുത്. കാരണം കഴിഞ്ഞ കൊല്ലവും മുൻ വർഷങ്ങളിലൊക്കെ കുട്ടികൾക്ക് സംഭവിച്ചൊരു അബദ്ധമാണ് എന്ത്, മാത്സിൽ ഈസി ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടും അത് ചെയ്യാതെ പോയി എന്നുള്ളത്. അങ്ങനത്തെ ഒരു സങ്കടം നമുക്ക് ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ദി എക്സാമിനേഷൻ മാത്സിന് കൃത്യമായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇനി പറയാൻ പറ്റില്ല, നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. സപ്പോസ് ഇൻറ്റഗ്രേഷൻ ഭയങ്കര ടഫാന്ന് വിചാരിച്ചു, പക്ഷേ ഇൻറ്റഗ്രേഷൻ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ് വന്നതെങ്കിൽ അത് നമ്മൾ ചെയ്യാതെ പോയാൽ അബദ്ധമായിരിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുക. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.